വെള്ളാപ്പള്ളിക്കെതിരെ പരോക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗവും രംഗത്ത്. സാമുദായിക രാഷ്ട്രീയ നേതാക്കളെന്ന് അവകാശപ്പെടുന്നവർ വിദ്വേഷവും വെറുപ്പും വളർത്തുന്നു. മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം. മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന പലരിൽ നിന്നും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകൾ മതത്തിൻ്റെ പേരിലും പല ആചാരങ്ങളുടെ പേരിലും മനുഷ്യനെ ഛിന്ന ഭിന്നമാക്കുമ്പോൾ അതില്ലാതെ എല്ലാ മനുഷ്യരെയും ഓർത്തിണക്കുക എന്നതാണ്. ഞങ്ങൾ വ്യക്തികളെ പരാമർശിക്കാറില്ല. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. അരുൺ, വെറുപ്പും വിദ്വേഷവും അത് പടർത്തുകയാണല്ലേ? പേരൊന്നും പറഞ്ഞില്ലെങ്കിലും കാന്തപുരം വിഭാഗത്തിന്റെ ഈ വിമർശനം എന്തൊക്കെയുണ്ടായിരുന്നു അതിൽ? റോഷ്നി, വെള്ളാപ്പള്ളി നടേശന്റെ സമീപകാലത്തെ വർഗീയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരായും മലപ്പുറം ജില്ലക്കെതിരായുമുള്ള ആ പരാമർശങ്ങളിൽ വലിയ പ്രതിഷേധം ഈ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സമസ്ത EK വിഭാഗം തന്നെ പരസ്യമായി അത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും പ്രതിഷേധവുമായി വിമർശനവുമായി രംഗത്ത് വരുന്നൊക്കെ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ കാന്തപുരം വിഭാഗം കൂടി പരോക്ഷമെങ്കിലും വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ്. ഇന്ന് കാസർഗോട്ട് കാന്തപുരം വിഭാഗത്തിന്റെ കേരള യാത്ര ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ ഈ കാന്തപുരം വിഭാഗം ഇത്തരം വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം AP വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ പിൻകാലത്ത് സ്വീകരിച്ചിട്ടുള്ള പല ഘട്ടങ്ങളിലായി അത്തരം നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള വിഭാഗമാണ്. അവർ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം നിലപാടുകളെ, ഇത്തരം പ്രതികരണങ്ങളെ പൂർണ്ണമായി തള്ളി അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും അതിന് അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രാധാന്യവും പശ്ചാത്തലവും ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകാലത്തുള്ളതിനപ്പുറം വിഭിന്നമായി ഈ AP വിഭാഗം ഇടതുമുന്നണിയോട് ചേർന്നൊരു നിലപാടല്ല സ്വീകരിച്ചത്. അതിൽ നിന്നൊരു മാറ്റം വന്നുവെന്ന രാഷ്ട്രീയ വിലയിരുത്തൽ ഇതിനകം തന്നെയുണ്ട്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ യാത്രയോട് അനുബന്ധിച്ച് എത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് AP വിഭാഗം നേതാക്കളുടെ ഭാഗത്തുണ്ടാവുക എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിവിട്ടിട്ടുള്ള ഈ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ, അത് പൂർണ്ണമായും തള്ളുന്ന നിലപാട് തന്നെയാണ് കാന്തപുരം വിഭാഗത്തിനും ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലൊരു പേരെടുത്തൊരു വിമർശനം ഉണ്ടായില്ലെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ തന്നെയാണ് നിലവിൽ ഇന്ന് പ്രതികരണം വന്നിട്ടുള്ളത്. കൂടുതൽ നേരിട്ടുള്ള വിമർശനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുകയും ചെയ്യുന്നത്. ശരി, കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ് നൽകിയത്.